ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു JhillMill. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വാൾ ഡെക്കോറായിട്ടാണ്. ഈ വാൾ ഡെക്കർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കല്ലുമ്മക്കായല്ലേ, കല്ലുമ്മക്കായയുടെ ഷെല്ല് വെച്ചിട്ടാണ്. പൊതുവേ നമ്മൾ ഈ കല്ലുമ്മക്കായ യൂസ് ചെയ്യുമ്പോൾ ഈ ഷെല്ല് കളയാറാണ് പതിവ്. ബട്ട് ഇന്ന് നമുക്ക് ആ ഷെല്ല് വെച്ചിട്ട് എങ്ങനെ ഈ അടിപൊളി വാൾ ഡെക്കർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് കല്ലുമ്മക്കായയുടെ ഷെൽസ് കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം. അത് ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ മിഡിലിലൂടെ ക്രോസ് ആയിട്ട് 2 ലൈൻ വരച്ചിട്ട് സെൻറ്റർ കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ നമുക്കൊരു മിറർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസിലെ മിററാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. മിററിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഈ മിറർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ കല്ലുമ്മക്കായയുടെ ഷെല്ല് ഒട്ടിച്ചു തുടങ്ങാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഔട്ടർ ലെയറിലാണ് ഒട്ടിച്ചു തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരേ ഡയറക്ഷനിലുള്ള ഓൾമോസ്റ്റ് സെയിം സൈസിലുള്ള ഷെൽസാണ് ചൂസ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഈ ഷെൽസൊക്കെ ഈ സർക്കിളിൽ കറക്റ്റ് അലൈൻമെൻറ്റിൽ വെച്ച് നോക്കുക. ഇങ്ങനെ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഈ വെച്ചിരിക്കുന്ന അതേ പ്ലേസിൽ തന്നെ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ ഷെൽസൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ആ ഔട്ടർ ലെയർ ഫുൾ ഈ ഷെൽസ് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൽ ഷെൽസ് ഒട്ടിക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു സിമിലർ സൈസിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഫസ്റ്റ് ഒട്ടിച്ചിരിക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഷെൽസാണ് നമ്മൾ സെക്കൻഡ് ലെയറിൽ ഒട്ടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഷെൽസൊക്കെ ഒന്ന് കറക്റ്റ് ആ സർക്കിളിൽ വെച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറിലും ആ സർക്കിൾ ഫുള്ളായിട്ട് ഈ ഷെൽസ് ഒന്ന് വെച്ചതിന് ശേഷം ഈ ഷെൽസ് അതേ പൊസിഷനിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഇനി തേർഡ് ലെയർ ഒട്ടിക്കാൻ വേണ്ടി നമ്മളിപ്പം സെക്കൻഡ് ലെയറിൽ എടുത്തിരിക്കുന്ന ഷെല്ലിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ഷെൽസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതും ഈ സെക്കൻഡ് ലെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഏതാണോ നമ്മൾ സെക്കൻഡ് ലെയറിൽ ഒട്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടുള്ള ഷെല്ലാണ് നമ്മൾ തേർഡ് ലെയറിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ പയ്യെ വെച്ച് കൊടുക്കുക. ഒരു സർക്കിൾ ഫുൾ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ പൊസിഷനിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ ഷെൽസൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 3 ലെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ലെയറും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ചെറിയ ഷെൽസ് എടുത്തിട്ട് അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഷെൽസ് ആയിരിക്കണം. അതെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഈ പ്രാവശ്യം വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെർട്ടിക്കലായിട്ട്, അതായത് താഴേന്ന് മുകളിലേക്കാവുന്ന രീതിയിൽ ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ലെയറായിട്ടാണ് ഇപ്പോൾ ഷെൽസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സർക്കിളിൻ്റെ വലിപ്പവും പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന ഷെൽസിൻ്റെ വലിപ്പവും അനുസരിച്ച് ഈ ലെയേഴ്സ് വ്യത്യാസം വരാം. എങ്കിൽ പോലും ഔട്ടർ ലെയേഴ്സിനേക്കാളും തിക്കായിട്ടാണ് നമ്മൾ ഇന്നർ ലെയേഴ്സ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ മിറർ ഒന്ന് കവർ ചെയ്യുവാണ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട്. കറക്റ്റ് ആ മിറർ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ മാസ്കിംഗ് ടേപ്പ് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് പെയിൻ്റ് ആവുന്ന രീതിയിൽ നമ്മളിത് അടിച്ചു കൊടുക്കുക. ഇനി ഈ പെയിൻറ്റ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന മാസ്കിംഗ് ടേപ്പ് പയ്യെ ഇളക്കി മാറ്റണം. ഇനി നമ്മൾ കുറച്ച് സിൽവർ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ മിററിൻ്റെ അറ്റത്തായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു കട്ടിയുള്ളൊരു ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു പൊസിഷനിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഈ നൂല് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഫൈനലായിട്ട് നമ്മൾ ഔട്ടർ ലെയറിൽ ഒട്ടിച്ചിരിക്കുന്ന ഷെല്ലിൻ്റെ സൈസിൽ ബാക്കിയുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്ത് കളയുവാണ്. അങ്ങനെ നമ്മൾ കല്ലുമ്മക്കായയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ട് ചെയ്ത വാൾ ഡെക്കർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അത് മാത്രമല്ല നല്ല ഭംഗിയുള്ളൊരു വാൾ ഡെക്കർ കൂടിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. താങ്ക്